ടെഡ് ഹ്യൂസ് ആരായിരുന്നു എന്ന് അറിയാമോ? അദ്ദേഹം ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. കവിതകൾ മാത്രമല്ല, കുട്ടികൾക്കു വേണ്ടിയുള്ള കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തിയും താളവുമുണ്ടായിരുന്നു. പ്രകൃതിയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം മനോഹരമായി എഴുതി. ടെഡ് ഹ്യൂസ് ജനിച്ചത് 1930 ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് പ്രകൃതിയോട് വലിയ ഇഷ്ടമായിരുന്നു. പുഴകളും കാടുകളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങി. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി സാഹിത്യം പഠിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം സിൽവിയ പ്ലാത്ത് എന്ന മറ്റൊരു പ്രശസ്തയായ കവിയെ പരിചയപ്പെടുന്നത്. അവർ പിന്നീട് വിവാഹം കഴിച്ചു. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ടെഡ് ഹ്യൂസിന്റെ കവിതകൾ പലപ്പോഴും പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചും മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു. കാടിന്റെ നിശബ്ദതയും പക്ഷികളുടെ പാട്ടുകളും വേട്ടയാടുന്ന മൃഗങ്ങളുടെ കരുത്തുമെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിൽ ജീവസുറ്റതായി വന്നിരുന്നു. അദ്ദേഹം കുട്ടികൾക്കു വേണ്ടി എഴുതിയ കഥകളും വളരെ മനോഹരമായിരുന്നു. മൃഗങ്ങളെയും പക്ഷികളെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയുള്ള അദ്ദേഹത്തിന്റെ കഥകൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവയിൽ പലപ്പോഴും നല്ല സന്ദേശങ്ങളും ഉണ്ടായിരുന്നു. ടെഡ് ഹ്യൂസിന്റെ കവിതകളിൽ ചിലപ്പോൾ വിഷാദവും ഒറ്റപ്പെടലും പോലുള്ള ഭാവങ്ങളും കാണാം. ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒരുപോലെ നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും നമ്മളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായ സിൽവിയ പ്ലാത്ത് ഒരു പ്രശസ്തയായ കവിയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അവരുടെ ജീവിതം കുറച്ച് ദുഃഖകരമായിരുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഇത് ടെഡ് ഹ്യൂസിനെ ഒരുപാട് വേദനിപ്പിച്ചു. സിൽവിയയുടെ മരണശേഷം ടെഡ് ഹ്യൂസ് അവരുടെ കവിതകളെയും എഴുത്തുകളെയും ലോകത്തിന് പരിചയപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചു. അവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നതിലും അവരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ടെഡ് ഹ്യൂസ് പിന്നീട് കരോൾ ഓർക്കാർഡ് എന്ന മറ്റൊരു കവയിത്രിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 4 കുട്ടികളുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ എഴുത്തും വായനയുമൊക്കെയായി ജീവിതം തുടർന്നു. അദ്ദേഹം ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കുട്ടികൾക്കു വേണ്ടിയുള്ള പുസ്തകങ്ങൾക്ക് കിട്ടുന്ന പ്രധാന പുരസ്കാരമായ വിറ്റ്ബ്രിഡ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളെയും എഴുത്തുകളെയും ലോകം ആദരിച്ചു. ടെഡ് ഹ്യൂസ് 1998 മരിച്ചു. അദ്ദേഹം മരിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകളും കഥകളും ഇന്നും വായിക്കപ്പെടുന്നു. പ്രകൃതിയോടും മൃഗങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ ചിലപ്പോൾ ലളിതമായി തോന്നാമെങ്കിലും അവയ്ക്ക് വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടാകും. പ്രകൃതിയിലെ ഓരോ ചെറിയ കാര്യത്തെയും അദ്ദേഹം ശ്രദ്ധയോടെ നോക്കിക്കാണുകയും അതിനെ മനോഹരമായ വാക്കുകളിലൂടെ പകർത്തി എഴുതുകയും ചെയ്തു. കുട്ടികൾക്കു വേണ്ടി അദ്ദേഹം എഴുതിയ ദി അയൺ മാൻ എന്ന കഥ വളരെ പ്രശസ്തമാണ്. ഒരു വലിയ ഇരുമ്പിന്റെ മനുഷ്യനും ഒരു കൊച്ചുകുട്ടിയും തമ്മിലുള്ള സൗഹൃദമാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഈ കഥ പിന്നീട് സിനിമയായിട്ടുമുണ്ട്. ടെഡ് ഹ്യൂസിന്റെ കവിതകളിൽ മൃഗങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കഴുകൻ, കുറുക്കൻ, കുതിര തുടങ്ങിയ പല മൃഗങ്ങളെക്കുറിച്ചും അദ്ദേഹം മനോഹരമായ കവിതകൾ എഴുതി. അവരുടെ ശക്തിയും സൗന്ദര്യവും അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ വരച്ചു കാണിച്ചു. അദ്ദേഹം പ്രകൃതിയെ വെറുമൊരു കാഴ്ചയായിട്ടല്ല കണ്ടത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം തന്റെ കവിതകളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. ടെഡ് ഹ്യൂസ് ഒരുപാട് കാലം ജീവിച്ചു. തന്റെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും അദ്ദേഹം ഒരുപോലെ അനുഭവിച്ചു. പക്ഷേ എല്ലാ അനുഭവങ്ങളെയും അദ്ദേഹം തന്റെ കവിതകളിലൂടെയും കഥകളിലൂടെയും പകർത്തിവെച്ചു. അദ്ദേഹത്തിന്റെ എഴുത്ത് നമ്മെ പ്രകൃതിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും അതിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളോടുള്ള ദയയും കരുണയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് കൊച്ചുകൂട്ടുകാരെ, ടെഡ് ഹ്യൂസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മനോഹരമായ കവിതകളെയും കഥകളെയും കുറിച്ചും നിങ്ങൾ കൂടുതൽ അറിയുക. പ്രകൃതിയുടെ അത്ഭുത ലോകത്തേക്ക് അദ്ദേഹം നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും പുതിയ ചിന്തകൾ നൽകുകയും ചെയ്യും.